Hello friends, welcome back to my channel Arraysworld. ഞാൻ ഇന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചെമ്മീൻ ഗ്രേവിയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ്. അതുപോലെ തന്നെ ഇതിൽ നല്ല എരിവും പുളിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കറി കൂടിയാണ്. അപ്പോൾ ഈ ഗ്രേവി എങ്ങനെ തയ്യാറാക്കാൻ നോക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ചെമ്മീൻ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഞാനിവിടെ കുറച്ച് മസാല കൂട്ടുകൾ തയ്യാറാക്കുകയാണ്. അതിൽ ഞാൻ ആദ്യം എടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. അതൊരു 3 ടീസ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ചില്ലി പൗഡറാണ്. അത് 1 ടീസ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ സ്മാഷ് ചെയ്തിട്ടുള്ള പുളിവെള്ളം ഇവിടെ എടുത്തിരിക്കുകയാണ്. അതും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചെമ്മീൻ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു മൺപാത്രത്തിലാണ് ഞാൻ ഈ ഗ്രേവി തയ്യാറാക്കുന്നത്. അപ്പോൾ പാത്രം ഇവിടെ ചൂടായി കഴിഞ്ഞു. ഇതിലോട്ട് ഞാൻ 1 കരണ്ടി വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കിതിൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ജീരകമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് കരിയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം നമുക്കിതിലോട്ട് ചെറിയുള്ളി അരിഞ്ഞതും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ചുവന്ന് വന്ന ശേഷം നമുക്കിതിലോട്ട് 2 തക്കാളി പൊടിയായി അരിഞ്ഞത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. തക്കാളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഞാനിത് 2 മിനിറ്റ് അടച്ചു വെക്കുകയാണ്. ഉള്ളിയും തക്കാളിയും എല്ലാം ഇവിടെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മിക്സ്ചർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചിട്ട് വേണം നമുക്കിവിടെ തിളപ്പിച്ചെടുക്കാൻ. നല്ലപോലെ തിളയ്ക്കണം. ഈ മല്ലിയുടെയും മുളകിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അത് ഇപ്പോൾ നമ്മൾ 1 ഗ്ലാസ്സാണ് വെള്ളം ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു 1/2 ഗ്ലാസ് ആവുന്നത് വരെ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റാൻ വെക്കണം. അപ്പോൾ ഇത് ഏകദേശം അതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 8 മിനിറ്റ് മതിയാവും ചെമ്മീൻ വേകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 8 മിനിറ്റ് ആയി കഴിഞ്ഞു. നമ്മൾ ചെമ്മീൻ ഗ്രേവി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ്. നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.